Dear students, I am Shanoj Lal. Welcome to my class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് പോളിനോമിയൽസ് ആണ്. പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് പോളിനോമിയൽ, എന്താണ് ഇതിൻ്റെ ഡിഗ്രി, എങ്ങനെയാണ് പോളിനോമിയൽ കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അതൊന്ന് ഞാൻ പറയാം. ആക്ച്വലി പോളിനോമിയൽ ഈസ് എൻ ആൾജിബ്രിക് എക്സ്പ്രഷൻ വിത്ത് exponents of all terms are whole numbers. ആക്ച്വലി എന്താണ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആണ്. അതിലെ ടേംസിൻ്റെ ഒക്കെ എക്സ്പൊണൻറ്റുകൾ ഹോൾ നമ്പേഴ്സ് ആയിട്ടുള്ള ആൾജിബ്രിക് എക്സ്പ്രഷനുകളെയാണ് എന്ന് വിളിക്കുന്നത് പോളിനോമിയൽ. 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചത് ഒരു സിംഗിൾ വേരിയബിളുള്ള പോളിനോമിയലാണ്. ഇൻ പോളിനോമിയൽ ഇൻ എക്സ് ഓർ വൈ ലൈക്ക് ദാറ്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് കുറച്ച് പോളിനോമിയൽസ് ബോർഡിൽ തന്നിട്ടുണ്ട്, നോക്കാം. So we have a polynomial here p of x, 4x plus 2. The terms of this polynomial are 4x and 2 are the terms. And another polynomial in x is given q of x. It is x square minus 8x plus 1. The terms of this polynomial are x square minus 8x and 1. Three terms are here. And what about this polynomial? It is a polynomial in y. Variable y ആയിട്ടുള്ള polynomial ആണ്. രണ്ട് ടേംസ് ആണുള്ളത്. y cube is a term and the another term is minus root 3y. And another polynomial is here in terms of u ആണ്. u എന്ന് പറയുന്ന വേരിയബിളുള്ള പോളിനോമിയൽ. മൂന്ന് ടേംസ് തന്നിട്ടുണ്ട്. സോ പോളിനോമിയൽ ഇതാണ്, ഒറ്റ സിംഗിൾ വേരിയബിളുള്ള പോളിനോമിയൽ ആണ്. ഇവിടെ എഴുതിയിട്ടുള്ള മൂന്നെണ്ണം പോളിനോമിയൽസ് അല്ല. കാരണം ഇവിടെ 1/4 ഫോമിൻ്റെ പവർ എക്സ് മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് ഈസ് മൈനസ് അല്ലേ. സോ ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. ആൻഡ് ദിസ് ഈസ് റൂട്ട് വന്നുകൊണ്ട് പോളിനോമിയൽ അല്ല. ആൻഡ് ദിസ് ഈസ് നോട്ട് ഓൾസോ എ പോളിനോമിയൽ. സോ ദീസ് ആർ ഓൾ പോളിനോമിയൽസ്. സോ ആക്ച്വലി പോളിനോമിയൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പോളിനോമിയൽ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ ഈസ് ദ ഹയസ്റ്റ് എക്സ്പൊണൻറ്റ് ഓഫ് ഓൾ ടേംസ് ആണ് അല്ലേ. ഈ ടേംസിലെ എല്ലാ ടേംസിൻ്റെയും കൂടി ഹയസ്റ്റ് എക്സ്പൊണൻ്റ് ഉള്ള ടേം എന്താണ്, അതാണ് ഒരു പോളിനോമിയൽ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് ടേംസേ ഉള്ളൂ. ഇതിൽ ഹയസ്റ്റ് എക്സ്പൊണൻ്റ് എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ പവറിനെയാണ് എക്സ്പൊണൻ്റ് എന്ന് പറയുന്നത്. സോ ദ എക്സ്പൊണൻ്റ് ഓഫ് ദിസ് വേരിയബിൾ എക്സ് ഈസ് 1 ഹിയർ. സോ ഇത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. എന്താ അത് പോളിനോമിയൽ? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. And we have another polynomial whose highest exponent 2 ഉണ്ട് 1 ഉണ്ട്. So the highest exponent 2 ആണ്. ഇത് സെക്കൻഡ് ഡിഗ്രി ആണ്, സെക്കൻഡ് ഡിഗ്രി. And what about this maximum? 3 ആണുള്ളത്. So third degree. And here we have fourth degree. Okay, so we have 4 polynomials here whose ഡിഗ്രീസ് ആർ 1, 2, 3 and 4 അല്ലേ. 4 ഡിഗ്രീസിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളിനോമിയൽസ് ഉണ്ട്. ഈ പോളിനോമിയൽസിനെ തന്നെ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ വിളിക്കുന്ന പേര് ലീനിയർ പോളിനോമിയൽ എന്നാണ്. എന്താണ് ലീനിയർ പോളിനോമിയൽസ്. ലീനിയർ പോളിനോമിയൽസ്. സെക്കൻഡ് ഡിഗ്രിയെ വിളിക്കുന്ന പേരെന്താണ്? ക്വാഡ്രാറ്റിക് ആണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ്. തേർഡ് ഡിഗ്രിയെ ക്യൂബിക് പോളിനോമിയൽസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നമുക്ക് 3 ഡിഗ്രി വരെ പഠിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് ലീനിയർ പോളിനോമിയൽ എന്നാണ് വേറെ തരത്തിൽ പറയുക. സെക്കൻഡ് ഡിഗ്രിയെ ക്വാഡ്രാറ്റിക് എന്ന് പറയും. തേർഡ് ഡിഗ്രിയെ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. ജനറലി ദീസ് ആർ ഓൾ കോൾഡ് പോളിനോമിയൽസ്. ഇതിനെല്ലാത്തിനെയും പൊതുവെ എന്താ വിളിക്കുന്നത്? ദേ ആർ ഓൾ പോളിനോമിയൽസ്. ഓക്കെ, ഇതിനെല്ലാം പൊതുവായിട്ട് നമുക്ക് പോളിനോമിയൽസ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്കിവിടെ തേർഡ് ഡിഗ്രി വരെയുള്ള പോളിനോമിയൽസിനെ പറ്റി ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. സോ വി നോ ദാറ്റ് ദ ജനറൽ ഫോം ഓഫ് എ ലീനിയർ പോളിനോമിയൽ ഈസ് ax plus b where a not equal to 0 എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് വാട്ട് അബൌട്ട് ദി ജനറൽ ഫോം ഓഫ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ax square plus bx plus c where a never equal to 0. And also we know the cubic polynomial standard form ax cube plus bx square plus cx plus d where a never equal to 0. So സ്റ്റാൻഡേർഡ് ഫോംസ് എന്ന് പറയാം അല്ലേ. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ലീനിയർ പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ax plus b ആണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ax square plus bx plus c ആണ്. ആൻഡ് ക്യൂബിക് പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ax cube plus bx square plus cx plus d എന്നതാണ്. ഓക്കെ,
ഇനി നമ്മൾ പഠിക്കുന്നത് വാല്യൂ ഓഫ് എ പോളിനോമിയൽ എന്താണെന്നുള്ളതാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ പോളിനോമിയൽ? സപ്പോസ് വി ഹാവ് എ പോളിനോമിയൽ ഹിയർ പി ഓഫ് എക്സ് ഈക്വൽ ടു 5x മൈനസ് 10. സോ വി ക്യാൻ ഫൈൻഡ് പി ഓഫ് 1 അല്ലേ? പി ഓഫ് 1 എന്താണ്? ഇറ്റ് ഈസ് 5 into 1 minus 10 by putting 1 instead of x here. So we get the value of p of 1. It is 5 minus 10. It is equal to minus 5. Again we can find the value of p of x at x equal to 2. p of 2 equal to 5 into 2 minus 10. It is 10 minus 10 equal to what? 0. By putting any value of x we get different values for that p of x. So again we have one more polynomial here. It is q of y. So when we find q of 1, we have 1 square minus 8 into 1 plus 7. It is 1 minus 8 plus 7 equal to 8 minus 8 equal to 0. Again we can find p of q of 2. 2 square minus 8 into 2 plus 7. It is 4 minus 16 plus 7. 11 minus 16 equal to minus 5. Okay, like that. So we can find the value of a polynomial by putting some numbers or some constants to the variables instead of variables. Variables ന് പകരം കോൺസ്റ്റന്റുകൾ പുട്ട് ചെയ്താൽ ഓരോ പോളിനോമിയലിനും വാല്യൂ കിട്ടും. So what is the value of a polynomial p of x when x equal to k? The value of p of x when x equal to k is p of k. So how to express the value of p of x when x equal to k? x k ആവുന്ന സമയത്ത് p of x ന്റെ വാല്യൂവിനെ നമ്മൾ p of k എന്നാണ് നോട്ട് ചെയ്യുന്നത്. വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. അവിടെ വേരിയബിളിന് പകരമായിട്ട് നമുക്ക് കാണേണ്ട വാല്യൂ ഏതാണോ വാല്യൂ വേണ്ടത് ആ വാല്യൂ പുട്ട് ചെയ്ത് കൊടുക്കുക. സോ 1 പി ഓഫ് എക്സിന് എക്സ് 1 ആകുമ്പോൾ വാല്യൂ ആണെങ്കിൽ 1 പുട്ട് ചെയ്താൽ മതി, 2 ആണെങ്കിൽ 2 പുട്ട് ചെയ്ത് അങ്ങനെ നോക്കാം. സോ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് എ പോളിനോമിയൽ ബൈ പുട്ടിങ് സം വാല്യൂസ് ഫോർ ദ വേരിയബിൾ. ഓക്കെ, എത്രയേ ഉള്ളൂ, ജസ്റ്റ് പുട്ട് ചെയ്യുക, വാല്യൂ കിട്ടുന്നതാണ്. സോ വി ക്യാൻ ഡിഫൈൻ ദ വാല്യൂ ഓഫ് എ പോളിനോമിയൽ വെൻ എക്സ് ഈക്വൽ ടു കെ ഫോർ ദി പോളിനോമിയൽ പി ഓഫ് എക്സ് ആസ് പി ഓഫ് കെ. ഓക്കെ, എത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ പി ഓഫ് എക്സിൻ്റെ വാല്യൂ കണ്ട സമയത്ത് നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ 2 എന്ന് പറയുന്ന വാല്യൂ, 2 എന്ന് പറയുന്ന എക്സിന് 2 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തപ്പം ഇതിന് കിട്ടിയ വില എത്രയാണ്? പോളിനോമിയലിൻ്റെ വാല്യൂ ഈസ് 0. ദ വാല്യൂ ഓഫ് ദി പോളിനോമിയൽ ഈസ് 0 ഹിയർ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദി പോളിനോമിയൽ വെൻ എക്സ് ഈക്വൽ ടു 1? ഇറ്റ് ഈസ് -5. ദ വാല്യൂ ഓഫ് ദി പോളിനോമിയൽ വെൻ y ഈക്വൽ ടു 1 ഈസ് 0. സോ പോളിനോമിയലിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് വേരിയബിളിന് ആ വാല്യൂ പുട്ട് ചെയ്താൽ മതി. ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് എ പോളിനോമിയൽ വെൻ എക്സ് ഈക്വൽ ടു 1 ഈസ് -5 here. When x equal to 2 is 0 here, y equal to 1 is 0 and y equal to 2 is -5, like that. Okay. So ഇവിടെ നമ്മൾ വാല്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ p of 2 കണ്ടപ്പോൾ വാല്യൂ ഈസ് 0 and also when we find q of 1 the value is 0. വാല്യൂ 0. സോ ഒരു പോളിനോമിയലിൽ നമ്മൾ വാല്യൂ കാണുന്ന സമയത്ത് നമുക്ക് വാല്യൂ 0 കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ എക്സിന് കൊടുത്ത വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേര് അതിൻ്റെ 0 ഓഫ് ദാറ്റ് പോളിനോമിയൽ എന്നാണ് പറയുക. സോ എന്താണ് പറയുക? ഇഫ് ദ വാല്യൂ ഓഫ് എ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 വെൻ എക്സ് ഈക്വൽ ടു കെ, ദെൻ വി സേ ദാറ്റ് കെ ഈസ് എ 0 ഓഫ് ദാറ്റ് പോളിനോമിയൽ. എന്താണ്? നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൽ പി ഓഫ് കെ 0 ആവുകയാണെങ്കിൽ, വാട്ട് ഈസ് for a polynomial p of x, p of k equal to 0, then k is a 0 of p of x. Then k is called 0 of that polynomial. So ഇവിടെ നമ്മൾ ഈ പോളിനോമിയലിൻ്റെ 0 ഏതാണ്? 2 is a 0 അല്ലേ? 2 is a 0. ഇവിടെ ഏതാണ് 0 ആവുന്നത്? q of 1 അല്ലേ 0 ആവുന്നത്? അതുകൊണ്ട് 1 is a 0. 1 is a 0 of the polynomial q of y അല്ലേ? q of yയിൽ 1 0 ആണ്. അപ്പോൾ നമ്മളിവിടെ 0 എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു 2x - 4.
ഈ പി ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 4 എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രിയുള്ള പോളിനോമിയലാണ്. ഇതിൻ്റെ 0 കാണണം എന്ന് വിചാരിച്ചോളൂ. 0 എപ്പോഴാണ് ആവുക? യു നോ ദാറ്റ് കെ ഈസ് എ 0 ഓഫ് പി ഓഫ് എക്സ് എപ്പോഴാണ്? ഇഫ് പി ഓഫ് കെ ഈക്വൽ ടു 0. കെ 0 ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? പി ഓഫ് കെ 0 ആവുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ പി ഓഫ് കെ എന്ന് പറയുന്നത് എന്തായാൽ മതി? 0നോട് ഇക്വേറ്റ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ പി ഓഫ് കെ കാണണമെങ്കിൽ ഇവിടെ എക്സിന് പകരം കെ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 2k മൈനസ് 4 ഈക്വൽ ടു 0. 2k ഈക്വൽ ടു ഈ കെനപ്പുറത്ത് 4-നെ കൊണ്ടുപോകുമ്പോൾ +4 ആവും. കെ ഈക്വൽ ടു 4/2. ദാറ്റ് ഈസ് 2. സോ 2 ഈസ് എ 0 ഓഫ് പി ഓഫ് എക്സ് എന്ന് പറയാം. കാരണം നമ്മൾ എക്സിൻ്റെ പ്ലേസിൽ 2 കൊടുത്താൽ 0 കിട്ടും. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കാം. പി ഓഫ് 2 കണ്ടു നോക്കൂ. 2 × 2 മൈനസ് 4. 4 മൈനസ് 4 ഈക്വൽ ടു 0 കിട്ടുമല്ലോ അല്ലേ? സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് 2 ഈസ് എ 0 ഓഫ് പി ഓഫ് എക്സ് എന്നറിയാം. പക്ഷേ ഇത് നമ്മൾ ഫസ്റ്റ് ഡിഗ്രിയാണ്. ഫസ്റ്റ് ഡിഗ്രീൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് എന്താണ്? ax പ്ലസ് ബി ആണ്. അപ്പം ax പ്ലസ് ബി എന്ന് പറയുന്നതിൽ കെ ഒരു 0 ആവുകയാണെങ്കിൽ നമുക്ക് പി ഓഫ് കെ എന്താകാം? പി ഓഫ് കെ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ak പ്ലസ് ബി ഈക്വൽ ടു 0. സോ വി ക്യാൻ സേ ദാറ്റ് ak ഈക്വൽ ടു മൈനസ് ബി, കെ ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ഈ ഒരു പ്രൊസീജിയറാണ് നമ്മളിവിടെ ചെയ്തത്. ശരിയല്ലേ? കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? കോൺസ്റ്റൻറ്റ് ടേം, നെഗറ്റീവ് ഓഫ് ദി കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ we have p of x equal to 5x plus 4. What is 0 കാണാൻ minus of constant term divided by coefficient of x ചെയ്താൽ മതിയല്ലോ. മൈനസ് ഓഫ് കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ് ഇവിടെ ചെയ്താൽ മതി. സോ വാട്ട് ഈസ് ഹിയർ? മൈനസ് ഓഫ് കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറഞ്ഞാൽ 4 ആണ് കോൺസ്റ്റൻറ്റ് ടേം, അതിൻ്റെ മൈനസ് ബൈ 5. സോ മൈനസ് 4/5. അപ്പോൾ അങ്ങനെ 0 കാണാൻ എളുപ്പവഴിയുണ്ട്. ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? നേരിട്ട് കണ്ടെത്താൻ പറ്റും. സോ അതിലൊരു 0യും ആ പോളിനോമിയലിൻ്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്ന ലീനിയർ പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമും കോഎഫിഷ്യൻസ് തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട് അല്ലേ? There will be a relation between the coefficient of the standard form of the polynomial p of x with 0 of that polynomial. അതുപോലെ സെക്കൻഡ് ഡിഗ്രിയിലും ഇങ്ങനെ എന്തെങ്കിലും ഇതുണ്ടാവോ? സെക്കൻഡ് ഡിഗ്രിയിലും നമുക്ക് ഇതുപോലെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവോ? തേർഡ് ഡിഗ്രിയിൽ എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം വേണ്ടേ? ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, സോ അവർ എയിം ഈസ് ടു ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ zeros of a polynomial and the standard form of that polynomial. അതുപോലെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഒരു പോളിനോമിയലിൻ്റെ സീറോസിൻ്റെ ജോമെട്രിക്കൽ മീനിങ് എന്താ നോക്കാം. ജോമെട്രിക്കലി നമ്മൾ എങ്ങനെയാണ് സീറോസ് ഡിഫൈൻ ചെയ്തതെന്നാണ് ഇനി പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ലീനിയർ പോളിനോമിയൽ എഴുതിയിട്ടുണ്ട് 2x മൈനസ് 4. നമുക്ക് അതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ജോമെട്രിക്കലി നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. ഈ പോളിനോമിയലിന് ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ വരയ്ക്കാൻ ഇതൊരു ലീനിയർ ആയതുകൊണ്ട് നമുക്ക് 2 പോയിൻറ്റ്സ് വേണം അല്ലേ? ഇതൊക്കെയാണ് എക്സ്, പി ഓഫ് എക്സ്. എക്സിനെ ഏതെങ്കിലും വാല്യൂ പുട്ട് ചെയ്ത് നോക്കാം അല്ലേ? സോ വെൻ എക്സ് ഈക്വൽ ടു 0, സോ വി ഹാവ് 2 × 0 minus 4. 2 × 0 minus 4 is 0 minus 4. So we have minus 4. And we put x equal to 3 here. When x equal to 3, 2 × 3 minus 4. 6 minus 4 equal to 2. So we have 2. So we get 2 points. We know that the graph of this is a straight line actually. ഫസ്റ്റ് ഡിഗ്രിയിലുള്ളതിൻ്റെ ഒക്കെ ഗ്രാഫ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻസ് ആണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഒന്ന് ഗ്രാഫ് വരച്ച് നോക്കാം. അപ്പോൾ 0 minus 4. വെൻ എക്സ് ഈക്വൽ ടു 0, വാട്ട് ഈസ് ഓക്കെ 0 minus 4 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെയാണ്. 0 minus 4. ഓക്കെ, ദെൻ 3, 2. വെൻ എക്സ് ഈക്വൽ ടു 3, ഇറ്റ് ഈസ് 2. സോ 3, 2 എന്ന് പറയുന്ന നമുക്കിത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൈന് വരയ്ക്കാം. We get a straight line അല്ലേ? So this is the graph of the polynomial p of x equal to 2x minus 4. 2x minus 4ൻ്റെ ഗ്രാഫ് ഇതാണ്. സോ ഇവിടെ നമ്മൾ നോക്കൂ, ഏത് വാല്യൂവിനാണ് y 0 ആവുന്നത്? അതായത് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടെത്തിയാൽ മതി അല്ലേ? എക്സ് ആക്സിസായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇത് അവിടെ ഉണ്ട് അല്ലേ? ഈ പോയിന്റിൽ എക്സ് ആക്സിസിലെ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2, 0 അല്ലേ?
അപ്പോൾ എപ്പോഴാണ് പോളിനോമിയലിൻ്റെ വാല്യൂ, ഇവിടെ പോളിനോമിയലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് വാല്യൂ ആണ്, 0 ആവുന്നത് x2 ആകുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസിനെ ഒറ്റ പോയിന്റിലേ മീറ്റ് ചെയ്യുള്ളൂ. എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ y കോർഡിനേറ്റ് 0 ആവുമല്ലോ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ y കോർഡിനേറ്റ് 0 എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിയൽ വാല്യൂ ഇവിടെയാണ് 0 ആവുന്നത്. പോളിനോമിയൽ വാല്യൂ 0 ആകുമ്പോൾ എക്സ് എത്രയായിരിക്കും ഉണ്ടാവുക? ഇറ്റ് ഈസ് 2 ഹിയർ ഉണ്ടാവും അല്ലേ. അപ്പോൾ x2 ആകുമ്പോഴാണ് പോളിനോമിയൽ വാല്യൂ 0 ആവുന്നത്. അല്ലെങ്കിൽ ഈ എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാ നോക്കുക. എത്ര പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്? ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം പോളിനോമിയലിന് ലീനിയർ പോളിനോമിയലായിട്ടുള്ള ഇതിന് എത്ര സീറോസ് ഉണ്ടാവുള്ളൂ? ഒരു 0 ഉള്ളൂ. വേറെ എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇല്ല. ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് y ആക്സിസിലാണ്. അപ്പോൾ ഒരു ലീനിയർ പോളിനോമിയലിന് ഉണ്ടാവുന്നത് 0 എന്ന് പറയുന്നത് എത്രയാണ് ഉണ്ടാവുക? മാക്സിമം ഒരു 0 ആണ് ലീനിയർ പോളിനോമിയൽ ഉണ്ടാവുക. സോ 0 കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് അത് എക്സ് ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യുന്ന എത്ര പോയിന്റുകളാണോ നോക്കിയിട്ടാണ് ഒരു പോളിനോമിയൽ 0 നമ്മൾ ജോമെട്രിക്കലി ഡിഫൈൻ ചെയ്യുന്നത്. ദ 0 ഓഫ് എ പോളിനോമിയൽ ഈസ് geometrically defined as the max intersecting points, number of intersecting points of the graph with the x-axis. x-axis ഗ്രാഫ് ഏതൊക്കെ പോയിന്റ് മീറ്റ് ചെയ്യുന്നുണ്ട് ആ പോയിന്റുകളാണ് നമ്മൾ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റുകൾ എത്ര ഉണ്ടോ നോക്കിയിട്ടാണ് ഒരു പോളിനോമിയലിൻ്റെ എന്തെന്ന് എടുക്കുക, അതിൻ്റെ സീറോസിൻ്റെ എണ്ണം കണക്കാക്കുന്നത്. അപ്പോൾ ഒരു 0 ഇതിനുള്ളൂ. ലീനിയർ പോളിനോമിയൽ ഒരു ഭാഗത്തേ മീറ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ. സ്ട്രെയിറ്റ് ലൈൻസ് മാക്സിമം മീറ്റ് ചെയ്യുന്നത് എക്സൈസുമായിട്ട് ഒരു ഭാഗത്തേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ മീറ്റ് ചെയ്യാതെ പോവാം അല്ലേ. ഇവിടെ ഒറ്റൊന്നിലേ മീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ 0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2 എന്ന് പറയുന്ന 2 എന്ന് പറയുന്ന പോയിൻ്റാണ് ഇതിൻ്റെ 0. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. q ഓഫ് x ഈക്വൽ ടു x² മൈനസ് 1. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ആണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. നമുക്കിതിൻ്റെ ഒരു ജോമെട്രിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ എന്താ നോക്കാം. ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോയിൻറ്റ്സ് ആവശ്യമാണ്. പോയിൻറ്റ്സ് കണ്ടെത്തുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ എടുക്കുന്നത് എക്സിന് -3, -2, -1, 0, 1, 2, 3 എന്ന് പറയുന്ന 7 വാല്യൂസാണ് പുട്ട് ചെയ്യുന്നത്. വെൻ എക്സ് ഈക്വൽ ടു -3 വി ഹാവ് q ഓഫ് എക്സ് ഈസ് -3² -1, 9 - 1 ഈക്വൽ ടു 8. ഓക്കെ, എക്സ് 2 ആകുമ്പോൾ എന്താ വരുന്നത്? എക്സ് ഈക്വൽ ടു -2, 2² -1, 4 - 1 ഇറ്റ് ഈസ് 3. x equal to -1, 1² -1, 1 - 1, 0. x equal to 0, 0² -1 is -1. 1 ആണെങ്കിൽ എത്രയാണ് വരുന്നത്? 0. 2 ആണെങ്കിൽ 3 തന്നെയാണ്. 3 ആണെങ്കിൽ 8 തന്നെയാണ്. റിപ്പീറ്റ് ചെയ്ത് വരും. നമുക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ഗ്രാഫിൽ ആ ഒരു ഗ്രാഫ് ഭാഗത്ത് അടയാളപ്പെടുത്താൻ നോക്കാം. -3 ആണെങ്കിൽ 8. when x equal to -3 we have 8 here. ഇവിടെയാണ് പോയിന്റ് വരിക. ഓക്കെ, സോ ഞങ്ങൾ -2 ആണെങ്കിൽ എന്താണ് വരുന്നത്? ഇറ്റ് ഈസ് 3. ഓക്കെ, -2 ആണെങ്കിൽ 3 ആൻഡ് -1 ഇറ്റ് ഈസ് 0. when it is -1 we have 0, -1, 0. ആൻഡ് വാട്ട് അബൌട്ട് 0 ആണെങ്കിൽ എന്താ വരുന്നത്? ഇറ്റ് ഈസ് -1. 0 ആണെങ്കിൽ -1. ഓക്കെ, 1 ആണെങ്കിൽ 0, 1, 0. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് 2 ആണെങ്കിൽ 3, 2 ആണെങ്കിൽ 3. ഓക്കെ, ആൻഡ് 3 ആണെങ്കിൽ എന്താ വരുന്നത്? ഇറ്റ് ഈസ് 8. സോ നമ്മൾ ഇതിൻ്റെ ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു കർവാണ് കിട്ടുക. നോക്കാം, നമുക്ക് ഈ പോയിൻറ്റ്സ് നമ്മൾ ജോയിൻ ചെയ്യാണ്. സോ വി ഗെറ്റ് എ കർവ് ലൈക്ക് ദിസ്. ടേൺ ചെയ്തിട്ട് ഇങ്ങനൊരു കർവാണ് നമുക്ക് കിട്ടുന്നത്. സോ വി ഗെറ്റ് എ കർവ് നൗ. സോ നൗ വി ഗെറ്റ് എ കർവ് ലൈക്ക് ദിസ്. ദിസ് കർവ് ഈസ് കോൾഡ് പരാബോള. ഇറ്റ് ഈസ് പരാബോള. പരാബോള കേവാണ് നമുക്ക് കിട്ടുന്നത്. ഒരു കേവാണ് നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രീൻ്റെ ഇത് ഗ്രാഫ് വരച്ചപ്പം കിട്ടിയത്. ഈ കേവ് നമ്മൾ എക്സ് ആക്സിനെ 2 പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. 2 പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ പോയിന്റുകളാണ്? എക്സ് -1 ആകുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ ഇവിടെ -1, 0. അതുപോലെ തന്നെ ഇവിടെ 1, 0. അങ്ങനെ 2 പോയിന്റ്സിലാണ് നമുക്ക് ആ കേവ് എക്സ് ആക്സിസുമായിട്ട് മീറ്റ് ചെയ്തത്. നമുക്ക് എത്ര സീറോസാണ് ഉണ്ടാവുക? വി ഹാവ് 2 zeros. എത്രയാണ് സീറോസിൽ? 2 zeros. ഏതൊക്കെയാണ് സീറോസ്? സീറോസ് ആർ ഏതൊക്കെയാ? -1 and 1. -1 ആകുമ്പോഴും 0 ആണ്, 1 ആകുമ്പോഴും 0 ആണ്. സോ ദീസ് 2 ആർ ദി സീറോസ് ഓഫ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ x² -1 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ 2 സീറോസ് കിട്ടി. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് മാക്സിമം 2 സീറോസ് ഉണ്ടാകും. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പരാബോളാസ് വരച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആയ പരാബോളാസ് ഉണ്ട്. എക്സ് ആക്സിസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒന്നിലേ ഉള്ളൂ. അപ്പോൾ ഒരു സീറോ, 1 0, ഒരു സീറോയേ ഉള്ളൂ അല്ലേ. സോ ഇവിടെയോ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റിലുള്ളൂ 1 0. ഇവിടുത്തെ സീറോസിൻ്റെ എണ്ണം എന്താണ്? ഓൺലി 1 0. എക്സ് ആക്സിസ് ആയിട്ട് 1 0. ഓക്കെ, വാട്ട് അബൌട്ട് ഹിയർ? വി ഹാവ് 2 zeros, 2 zeros, and here only 1 0. അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസ് എപ്പോഴും രണ്ടെണ്ണം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? ഇറ്റ് ഈസ് always not correct അല്ലേ. സോ ഫോർ എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വി ക്യാൻ സേ ദാറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് സീറോസ് ഈസ് 2. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്താണ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ നമ്പർ ഓഫ് സീറോസ് മാക്സിമം എത്രയാണ്? 2 എന്നേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ വരാം അല്ലേ. ചില സമയത്ത് നമുക്കിപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നോക്കൂ, അതിൻ്റെ ഗ്രാഫ് വരച്ചപ്പോൾ എന്താണ് ഇങ്ങനെയാണ് കിട്ടിയത്. സോ ഇവിടെ എക്സ് മീറ്റ് ചെയ്യുന്നില്ലല്ലോ, എക്സ് ആക്സിസ് ആയിട്ട് മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ സീറോസ് ഉണ്ടോ? ഇല്ല. സീറോ എത്രയാണ്? ഇല്ല, നോ സീറോ. അങ്ങനെയും വരാം അല്ലേ. അപ്പോൾ നമുക്ക് ആ ഫിഗർ നോക്കിയാൽ നമുക്ക് ജോമെട്രിക്കലി നമുക്ക് സീറോസ് എവിടെയാണ് എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, 2-3 ഗ്രാഫ് കൂടി ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, അതുകൂടി ശ്രദ്ധിക്കാം. നമുക്ക് ഇവിടെ ഒരു ക്യൂബിക് പോളിനോമിയലിൻ്റെ ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കോളൂ, ഈ പോളിനോമിയലിൽ എത്ര സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്യുന്നുണ്ട് എക്സ് ആക്സിസ് ആയിട്ട്? 1 2 3. അപ്പം എത്ര സീറോസ് ഉണ്ടാവും? 3 zeros. ഓക്കെ, ആൻഡ് ഹിയർ വി ഹാവ്, ഇവിടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു, 2 പോയിന്റിൽ, 3 പോയിന്റിൽ, അപ്പം 3 zeros. ബട്ട് ഇൻ ഹിയർ ഈ ഒരു ഗ്രാഫ് ഓൺലി 1 പോയിന്റിൽ മീറ്റ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഇത് 0 എന്ന് പറയുന്ന പോയിൻ്റാണ് 1 0. അപ്പോൾ നമ്മൾ ജോമെട്രിക്കലി നമുക്ക് പറയാൻ പറ്റും നമ്മൾ എന്താണ് എക്സ് ആക്സിസ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ നോക്കിയാൽ നമുക്ക് സീറോസ് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു പോളിനോമിയലിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ കുറച്ച് ഗ്രാഫ്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിന് നമ്പർ ഓഫ് സീറോസ് കണ്ടെത്തണം അല്ലേ. 6 പിക്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഓഫ് സീറോസ് ആണ് കാണേണ്ടത്. നമുക്കറിയാം നമ്പർ ഓഫ് സീറോസ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ഒരു ഗ്രാഫ് എക്സ് ആക്സിസുമായിട്ട് ഏതൊക്കെ സ്ഥലത്ത് ഇൻ്റർസെക്റ്റ് ചെയ്തെന്ന് നോക്കിയാൽ മതി. എത്ര സ്ഥലത്ത് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കാം. ഇവിടെ ഫസ്റ്റ് 1 എക്സ് ആക്സിസായിട്ട് ഒരു ഭാഗത്ത് ഇൻ്റർസെക്റ്റ് ഉള്ളൂ. ഒരു 1 0 ആണ് ഉണ്ടാവുള്ളൂ അല്ലേ. ഇതിൽ 2 പൊസിഷനിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്, 2 zeros ഉണ്ടാകും. സോ നമ്പർ ഓഫ് സീറോസ് ഇൻ ദ സെക്കൻഡ്, തേർഡ്, 3 പൊസിഷനാണ്, 3 zeros ഉണ്ടാകും. വാട്ട് അബൌട്ട് ഹിയർ? വി ഹാവ് ഓൺലി 1 0. Okay, and here we have 2 points, 2 zeros. What about here? We have 1 2 3 4 and 5 zeros. Okay, 5 zeros. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അതിൽ എക്സസൈസ് 2.1 നിങ്ങൾ ചെയ്ത് നോക്കണം, എളുപ്പമുള്ളതാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്.